വെൽക്കം ബാക്ക്. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുട്ടി മേക്കപ്പ് ലുക്ക് ആണ് കേട്ടോ. ഫൗണ്ടേഷൻ ഒന്നും ഇല്ലാതെ സാധാരണ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ഒരുങ്ങുന്നത് അതുപോലെ നമുക്ക് കോളേജിൽ പോകാനും ഓഫീസിൽ പോകുന്ന ആളുകൾക്കും കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു മേക്കപ്പ് ലുക്ക്. ആകെ കൂടി നമ്മൾ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് എഴുതുന്നത് കണ്ണ് മാത്രമേ ഉള്ളൂ. ലിപ്സ്റ്റിക് പോലും യൂസ് ചെയ്യുന്നില്ല. ചില കോളേജുകളിൽ അതൊന്നും അലൗ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ. ആദ്യം തന്നെ നമുക്കൊരു വെറ്റ് ടിഷ്യൂ എടുത്തിട്ട് ഫേസ് നന്നായിട്ട് തുടയ്ക്കാം. ഇപ്പം നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന എല്ലാ സ്കിൻ കെയറും നമുക്കിപ്പോൾ ചെയ്യാം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ മുഖം നന്നായിട്ട് തുടച്ചതിന് ശേഷം സീറം യൂസ് ചെയ്യാം, മോയ്സ്ചറൈസർ ഇടാം, അതിന് മുകളിൽ സൺസ്ക്രീൻ ഒക്കെ ഇടാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഫേസ് നന്നായിട്ട് തുടച്ചതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഇടുന്നത്. വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ജസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ഞാനൊരു കോമ്പാക്ട് പൗഡറാണ് അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഫിറ്റ്മിയുടെ കോമ്പാക്ട് പൗഡറാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ടാൽക്കം പൗഡർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ടാൽക്കം പൗഡർ യൂസ് ചെയ്യാം. മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ടാൽക്കം പൗഡർ യൂസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഐബ്രോസ് ആണ് അടുത്തത് ഫില്ല് ചെയ്യുന്നത്. നോർമൽ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട്, എല്ലാവരുടെ കയ്യിലുള്ള ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിതേ ഒരു ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ട് നമ്മൾ കണ്ണിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ബ്രൗൺ ഷെയ്ഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഇത് വേണ്ടാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഡയറക്റ്റായിട്ട് കണ്ണെഴുതിയാൽ മതി. ഞാനൊരു ബ്രൗൺ ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഐ ജെൽ എടുത്തിട്ട് ജസ്റ്റ് ഒരു സ്ട്രോക്ക്, ഐ ജെല്ലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഐ ജെൽ എടുത്തിട്ട് ഒരു സ്ട്രോക്ക് വരച്ചു കൊടുത്ത് നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ചെയ്യുന്നില്ല, വരച്ചു കൊടുത്ത് നന്നായിട്ട് സ്മഡ്ജ് ചെയ്തു. അപ്പം തന്നെ കണ്ടോ ഒരു ഭംഗി, കണ്ണിന് വന്നൊരു മാറ്റം കണ്ടില്ലേ? അതുപോലെ രണ്ട് കണ്ണും എഴുതി കൊടുത്തു, ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തു മുകളിൽ. അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെയും ജസ്റ്റ് എഴുതി കൊടുത്തു. വാട്ടർ ലൈനിലല്ല കേട്ടോ, കണ്ണിൻ്റെ താഴെയും എഴുതി കൊടുത്തു. അതും ഇതുപോലെ അങ്ങ് കൈ വെച്ചിട്ട് സ്മഡ്ജ് ചെയ്തു. ബ്രഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. രണ്ട് കണ്ണും അതുപോലെ സ്മഡ്ജ് ചെയ്തതിന് ശേഷം വാട്ടർ ലൈനിന് ഒരു ഐ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് വാട്ടർ ലൈനും എഴുതി കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഐ മേക്കപ്പ് കഴിഞ്ഞു. കണ്ടില്ലേ? ഇപ്പം തന്നെ കണ്ണ് നല്ലൊരു വിസിബിൾ ആയിട്ട് ഇരിക്കുന്നില്ലേ? നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ജസ്റ്റ് ഒരു പൊട്ട് തൊട്ടു. ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ നോർമൽ പുറത്തേക്ക് പോകുമ്പോൾ ഇതുപോലൊക്കെ തന്നെയാണ് ഒരുങ്ങുന്നത്. നമ്മൾ പാർട്ടി മേക്കപ്പ് ഒന്നല്ല. എന്നിട്ട് നമ്മളൊരു ലിപ് ബാം ഇട്ടു. പൊട്ട് തൊട്ടതിന് ശേഷം നമ്മളൊരു ലിപ് ബാം ഇട്ടു. ലിപ് ബാം വേണ്ട ലിപ്സ്റ്റിക് ഇടുന്നവർക്ക് ഇടാം. മിക്ക കോളേജുകളിലും ഓഫീസുകളിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ലിപ് ബാം ആണ് ചൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടാലോ? ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ കമൻസ് അറിയിക്കണം. ടാറ്റാ ബൈ ബൈ. താങ്ക് യു.